അപ്പോൾ 2 ഉള്ളി, ഒരു 5-6 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പീസ് ആൻഡ് കറിവേപ്പില. ഒരു ഓംലേറ്റ് പരുവത്തിൽ കട്ട് ചെയ്യുക. ഓംലേറ്റിന് കട്ട് ചെയ്യുന്ന അതേ കരുപ്പത്തിൽ ചെറുതാക്കി നൈസ്. ആവശ്യത്തിന് ഉപ്പിടുക. ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആൻഡ് 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ ഒരു നുള്ള് ഗരം മസാല. ശരിക്കും മിക്സ് ആക്കിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ. ഒരു 3 സ്പൂൺ കടലപ്പൊടി, ഓക്കെ, 2 സ്പൂൺ അരിപ്പൊടി പത്തിരിപ്പൊടി, അതേമാതിരി 3 സ്പൂൺ മൈദപ്പൊടിയും. സാധനം അത് മതി, ആൾക്കനുസരിച്ച് പൊടിയിട്ടാൽ മതി. പിന്നെ നമുക്ക് ഒരു 2-3 സ്പൂണ് മോര് ഒഴിച്ചിട്ടാണിത് കുഴച്ചെടുക്കണത്. അപ്പോൾ മിക്സാക്കി മൊത്തത്തിലൊന്ന് മിക്സാക്കിയാൽ തന്നെ മസാലയിൽ പിടിച്ചു. പിന്നെ നമ്മൾ കുറച്ച് ഈ അരിപ്പൊടിയും പൊടികളെ കിട്ടിയതിന് ശേഷം കുറച്ച് മോര് ഒഴിച്ചാൽ മതി, വെള്ളം ഒഴിക്കണ്ട. അങ്ങോട്ട് കുറച്ച് ഒരു നല്ലൊരു ടൈറ്റ് വേണം. ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി വെള്ളം ഇറങ്ങും. അപ്പം നമുക്ക് നൈസ് പക്കവട ഉണ്ടാക്കാം. നൈസ് പക്കവട കുറഞ്ഞ പരിപാടി, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാം. എരിവുള്ളതായിക്കോട്ടെ, മധുരമുള്ളത് വേണ്ട. അപ്പോൾ ആ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ കൈ മുക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് മുക്കണം നല്ലതാണ്. എന്നാൽ വിട്ട് പോരും. കുറഞ്ഞ തീ മതി തൽക്കാലം, പിന്നെ അത് തീ കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ തീ കൂടിയും കൊണ്ടും വരും. അപ്പം നമ്മളതെല്ലാം കൂടിയും പെട്ടെന്ന് ഇളക്കണ്ട. പെട്ടെന്ന് പൊരിച്ചെടുക്കരുത്, കുറച്ച് സാവകാശമായിരിക്കണം. അപ്പോൾ നല്ല ക്രിസ്പി ആവും, നല്ല ടേസ്റ്റും ആയതുണ്ടാവും. വെച്ചാൽ ഉള്ളു പോകില്ലല്ലോ, ചെറുതാവണ്ടല്ല. ചെറിയൊരു വീഡിയോ ആണ്, ഫുള്ള് കണ്ടാളി, ഉപകാരപ്പെടും. നമുക്ക് പ്രവാസിക്ക് എന്തെങ്കിലും കഴിക്കുക എന്നുള്ളത് നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും നേരം വേണ്ടേ. അപ്പോൾ ഇത് സംഭവം റെഡി ആയിട്ടുണ്ട്, കോരിയെടുക്കുക. അപ്പോൾ അടുത്തും വേം നമ്മൾ ഇതേമാതിരി ചെയ്യുക. കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റും നല്ല ക്രിസ്പിയാണ്. അരിപ്പൊടി എന്ന് പറഞ്ഞ സാധനം നല്ല സംഭവം ഒക്കെ ഓക്കെ, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചാനലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യും പ്ലീസ്.